നമ്മളിനി കൈയാണ് ടോപ്പിൻ്റെ കൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ടോപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അളവെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ടോപ്പിന് ഷോൾഡർ ചെരിവ് അവിടെ മുതൽ നമ്മളിവിടെ അളവ് നോക്കുക. ഇത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടേക്കണേ ഈ മാർക്കിലാണ് നോക്കേണ്ടത്, തയ്യൽ തുമ്പ് കൂട്ടരുത്. അപ്പോൾ ഈ മാർക്കിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇത് 4.5 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 4.5 + 1 1 ഇഞ്ച് കൂടി കൂട്ടി 5.5 ഇഞ്ചിൽ നമുക്ക് കൈയുടെ വീതി കിട്ടണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു തുണിയെടുത്ത് മടക്കി നമ്മളൊരു തുണിയെടുത്ത് മടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മടക്ക് ഫോൾഡിങ് സൈഡ് ഈ ഭാഗത്ത് വരണം. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എടുത്ത അളവ് 5.5. ഓക്കെ, അപ്പോൾ നമ്മളിനി 5.5 നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. 5.5 മാർക്ക് ചെയ്തു. പിന്നെ ഫുൾ ലെങ്ത് വരുന്നത് 4. അപ്പോൾ നമ്മൾ അതിന് 1 ഇഞ്ച് ആണ് തയ്യൽ തുമ്പ് ഇടുന്നത്. അപ്പോൾ 4 കിട്ടാൻ വഴിയില്ല, ഒന്നും കുഴപ്പമില്ല, ഒരു 3 അപ്പോൾ നമ്മൾ 5 ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പം ഈ 5.5-ൽ നിന്ന് താഴേക്ക് ജസ്റ്റ് ഡിവൈഡഡ് ബൈ 12. അപ്പം നമുക്ക് കിട്ടിയത് 2.5 ആയി. അപ്പം നമ്മൾ 2.5 ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോയിന്റിലേക്ക് വരയ്ക്കുക. ഈ പോയിന്റിലേക്ക് വരയ്ക്കാം. പിന്നെ കൈയുടെ ഓപ്പൺ വരുന്നത് ഒരു 9 ഇഞ്ചൊക്കെ വരുള്ളൂ. അപ്പം നമുക്കൊരു 4.5 ഇഞ്ച്, 9ന്റെ പകുതി 4.5 കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ജോയിൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിന് ഒരു കർവ് കൊടുക്കണം. അപ്പോൾ നമുക്കത് കർവ് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചിട്ടില്ലേ, ഈ വരച്ചതിൻ്റെ സെൻറ്റർ കണക്കാക്കാം. അപ്പോൾ ഇതിപ്പോൾ കൈയുടെ വീതി 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നോക്കുമ്പം 2.25 വരും. അപ്പോൾ ആ ഭാഗത്ത് ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ഒരു വളച്ച് ഇതിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് മുകളിലേക്ക് കൊടുക്കുക, ഒരു പോയിന്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ വളച്ച്. അപ്പോൾ എൻ്റെ ചാനൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഈ സെൻറ്ററിൽ നിന്ന് തന്നെ താഴേക്കും 1/2 ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ വളച്ച് താഴേക്കും ഇതുപോലെ എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിപ്പം ഇത് സ്ലീവ് കർവുണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ച് സ്ലീവ്, അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ലീവ് കർവിനെ നമ്മൾ ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഈ ഒരു അറ്റം കണ്ട അത് കാണുന്ന വിധത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു വരവ്, ഒരു മാർക്ക്. ഇതാകുമ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, കാര്യങ്ങളും ഇല്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങളും. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഈ 1 ഇഞ്ച്, ഈ സ്ലീവ് കർവിന്റെ ഈ 1 ഇഞ്ച് ഇങ്ങനെ മുന്നിലേക്ക് തള്ളി നിർത്തുക. എന്നിട്ട് ഈ പോയിന്റിലേക്ക് തന്നെ ഈ ഭാഗം ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലൈനും കൂടെ കൊടുക്കുക. അപ്പൊ നമുക്ക് അതിന്റെ താഴേക്കുള്ള ലൈനിങ് കിട്ടി. പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. രണ്ടാമത് നമ്മൾ വരച്ചത് കൈക്കുഴി, ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടണം. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൈ കുഴിച്ചു വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ ആൾക്കാർക്ക് അങ്ങനെ കുഴിച്ചു വെട്ടണം. അപ്പൊ നമുക്കിപ്പോ കുഴിച്ചു വെട്ടണം കട്ട് ചെയ്യണ്ട, കൊച്ചിനല്ല. അപ്പം സെന്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇത് സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ കട്ടിങ് അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവ് കട്ട്. ഓക്കെ.